ഹലോ, ഇന്ന് ഞാൻ ഒരു കൂമ്പ് തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കൂമ്പിൻ്റെ മേൽ ഇതെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുകയാണ് ഞാൻ. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് തുമരപ്പരിപ്പ് കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 1/4 കപ്പ് ഒരു പിടി തുമരപ്പരിപ്പ് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ അരയ്ക്കാനുള്ളത് 1 കപ്പ് തേങ്ങ, ഒരു 1/4 സ്പൂൺ മഞ്ഞൾ, ഒരു 1/2 സ്പൂൺ 3/4 സ്പൂൺ മുളക് പൊടി, വെളുത്തുള്ളി, ജീരകം, 2 കരിവേപ്പില, പിന്നെ ഉപ്പ് നമുക്ക് ആവശ്യമായ സാധനം. ഈ കടുക് ഇറക്കാനായിട്ട് ഞാൻ ഇവിടെ അരിയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ പുഴുക്കലരിയിൽ കുറച്ച് അരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു വറ്റൽമുളകും കരിവേപ്പിലയും, ഇത്രയും സാധനങ്ങളാണ്. ഇനി നമുക്ക് ഈ കൂമ്പെടുത്ത് നല്ലപോലെ കൊത്തി അരിഞ്ഞ് ഒന്ന് എണ്ണയൊക്കെ പുരട്ടി വെക്കണം. ഇതെല്ലാം നല്ലപോലെ കൊത്തി അരിഞ്ഞ് ഞാൻ വെളിച്ചെണ്ണ കംപ്ലീറ്റ് പുരട്ടി ഇതിങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇത് വാഴക്കൂപ്പ് വൃത്തിയാക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഇതിനകത്ത് ചിലപ്പോൾ ഈ നമ്മുടെ ചെറിയ കായയുടെ അകത്തുള്ളത് അങ്ങനെയുള്ളതെല്ലാം കുറച്ച് വലുതെല്ലാം ഞാൻ എടുത്ത് മാറ്റിക്കളഞ്ഞു. ഇതൊക്കെ പിന്നെ വേകുന്ന സാധനങ്ങളാണ്. ചീനച്ചട്ടി ചൂടായി. ഇപ്പം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കടുക് ഇടുക. കടുക് പൊട്ടി തുടങ്ങുമ്പം നമ്മളിവിടെ എടുത്ത് വെച്ച അരി ഒരു 3 സ്പൂൺ ഇടുക. കരിവേപ്പിലയും വറ്റൽമുളകും കൂടെ നമ്മുടെ ഈ കടുകും അരിയൊക്കെ മൂട്ടയിൻ്റെ കൂടെ ഇടുക. അതിന് ശേഷം നമ്മളിവിടെ എണ്ണയൊക്കെ വെച്ചിരിക്കുന്ന കൂമ്പരിഞ്ഞത് ഇതിലോട്ട് ചേർക്കുക. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ആ തുമര ഇതിൻ്റെ മുകളിലോട്ട് ആക്കുക. തുമരയൊന്ന് നല്ലപോലെ ഇങ്ങനെ പരത്തി ഇതിൻ്റെ മുകളിൽ പരത്തിയിടുക. അതിന് ശേഷം നമ്മൾ അരപ്പരച്ച് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളിയും ജീരകവും മുളക് പൊടിയും കറിവേപ്പിലയൊക്കെ ആയിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ആയിട്ട് അരപ്പരച്ച് വെച്ചിട്ടുണ്ട്. ആ അരപ്പും ഇതിൻ്റെ മുകളിൽ പരത്തുക. ഈ സമയം നമ്മൾ തീ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഉപ്പിടണം. എല്ലാം ഒന്ന് തട്ടിപ്പൊട്ടി. ഇത് നമ്മൾ വെള്ളം ചേർക്കത്തില്ല കേട്ടോ. ഈ അരപ്പിൻ്റെയും വെന്തതിൻ്റെയും ഒക്കെ ഇത് വെച്ചങ്ങ് റെഡിയാകും ഇപ്പം തന്നെ. എന്നിട്ട് നമ്മൾ മൂടി വയ്ക്കുക. ഇപ്പോൾ ഏകദേശം 1 മിനിറ്റായി. അപ്പം ഞാനിത് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കുക. കൂമ്പ് വേഗം വേകുകയും ഇത് തുമര നമ്മൾ പിന്നെ ഓൾറെഡി വേവിച്ചിട്ടിരിക്കുകയാണ്. ഈ സമയം നമുക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ ചേർക്കണം. വാഴക്കൂമ്പ് നമ്മുടെ ശരീരത്തിനൊക്കെ വളരെ നല്ലതാണ്. വാഴക്കൂമ്പ് കൊച്ചുപിള്ളേർക്കൊക്കെ കൊടുക്കാൻ. പിന്നെ ഇത് ഇത്തിരി ഒന്ന് അതിൻ്റെ ഇതൊക്കെ എണ്ണയൊക്കെ തേച്ചൊന്ന് വെക്കണമെന്നേ ഉള്ളൂ. ഇത് കൊത്തി അരിയാൻ കൈ കൊണ്ടൊക്കത്തില്ലെങ്കിൽ പ്രോസസ്സറിലോട്ട് ഇട്ടാൽ മതി. പ്രോസസ്സറിൽ നല്ലപോലെ എണ്ണയൊക്കെ തേച്ച് വെച്ചിട്ടാൽ മിനിറ്റിനിടയിൽ ഇത്
കഷ്ണമായിട്ട് വരും. അപ്പം എല്ലാവരും വാഴക്കൂമ്പ് എല്ലാവർക്കും കിട്ടാൻ പ്രയാസവും അതറിയാം. നമുക്കൊക്കെ വാഴയുള്ളതുകൊണ്ട് അത് ഇഷ്ടം പോലെ കിട്ടും. ഇപ്പോൾ പക്ഷെ കടകളിലും ഒക്കെ കിട്ടും. അപ്പം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വാഴക്കൂമ്പ് തോരൻ ഉണ്ടാക്കാൻ നോക്കുകയാണെങ്കിൽ ഉണ്ടാക്കുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകളൊക്കെ തരിക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക.